മലയാളത്തിൽ നിന്ന് ഇടവേള എടുക്കാനുള്ള കാരണം തുറന്നു പറഞ്ഞ് നടി ഭാവന. ബ്രേക്ക് എടുക്കാനുള്ള കാരണം തന്റേത് മാത്രമാണെന്നും ആ തീരുമാനത്തിൽ താൻ ഓക്കെ ആയിരുന്നുവെന്നും ഭാവന പറയുന്നു. ആഷിഖ്, പൃഥ്വിരാജ്, ജയസൂര്യ തുടങ്ങി മമ്മൂട്ടി സിനിമകൾ അവരെ ആ സമയത്ത് തനിക്ക് വന്നിരുന്നു എന്നും എന്നാൽ അതിനോടെല്ലാം താൻ നോ പറഞ്ഞു എന്നും ഭാവന പറഞ്ഞു. മലയാള സിനിമയിൽ നിന്ന് ഒരു ബ്രേക്ക് എടുക്കണം എന്ന് എനിക്ക് പെട്ടെന്ന് തോന്നി. കുറഞ്ഞ പക്ഷം ഞാൻ മലയാളത്തിൽ അഭിനയിക്കുന്നില്ലല്ലോ, അവിടെയുള്ള കാര്യങ്ങൾ എനിക്ക് അറിയേണ്ടതില്ലല്ലോ എന്ന ചിന്തയായിരുന്നു. ആ ഇടവേള എൻ്റെ മാത്രം തീരുമാനമായിരുന്നു. അപ്പോഴും മലയാള സിനിമയിലുള്ള എൻ്റെ സുഹൃത്തുക്കൾ എന്നെ വിളിക്കുകയും സിനിമകൾ ചെയ്യണം എന്ന് പറയുകയും ചെയ്തു. ആഷിഖ്, പൃഥ്വിരാജ്, ജയസൂര്യ എന്തിന് ഒരു മമ്മൂക്ക സിനിമയോട് വരെ ഞാൻ നോ പറഞ്ഞിരുന്നു. എന്തിന് നോ പറഞ്ഞു എന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ എനിക്ക് മറുപടിയില്ല. ആ സമയത്ത് ആ തീരുമാനത്തിൽ ഞാൻ ഓക്കെയായിരുന്നു. കന്നഡയിൽ സേഫ് എന്ന തോന്നൽ എനിക്ക് വന്നു. മലയാളം സിനിമ വീണ്ടും ചെയ്യുന്നതിനെക്കുറിച്ച് എനിക്കൊരു പ്ലാനേ ഉണ്ടായിരുന്നില്ല. കന്നഡ സിനിമയിൽ ഞാൻ തൃപ്തനായിരുന്നു. വർക്കിന് പോകുന്നു, തിരിച്ച് വീട്ടിലെത്തുന്നു, ഇഷ്ടമുള്ളത് കാണുന്നു എന്ന കംഫർട്ട് സോണിലായിരുന്നു ഞാൻ. "എന്റിക്കായ്ക്കൊരു പ്രേമമുണ്ടായിരുന്നു" എന്ന സിനിമ ചെയ്യാനുള്ള കാരണം ഭാവന വെളിപ്പെടുത്തി. 4-5 വർഷത്തിന് ശേഷം, ബ്രേക്കിന് ശേഷം എൻ്റെ ഇക്കായ്ക്കൊരു പ്രേമമുണ്ടായിരുന്നു എന്ന സിനിമ വന്നപ്പോൾ ഞാൻ നോ എന്നാണ് പറഞ്ഞത്. "ദയവ് ചെയ്ത് ഈ സ്ക്രിപ്റ്റ് ഒന്ന് വായിച്ചു നോക്ക്" എന്ന് പറഞ്ഞ് എൻ്റെ മറുപടിക്ക് നോ എന്നായിരുന്നു. "സ്ക്രിപ്റ്റ് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് നോ പറയേണ്ടി വന്നാലും വിഷമമാകും. എനിക്ക് കേൾക്കണ്ട" എന്ന് ഞാൻ പറഞ്ഞു. പിന്നീട് അവരിൽ പലരും ആ സ്ക്രിപ്റ്റ് എന്നിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചു. അതിനുശേഷം എൻ്റെ സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞു, "എന്തിനാണ് ഇതിൽ നിന്ന് നീ നേടിയത് എന്ന്? മലയാള സിനിമ അകറ്റി നിർത്തുന്നതിൽ എന്താണ് ഒരു പോയിന്റ് പറയാനുള്ളത്" എന്ന ചോദ്യത്തിന് എനിക്ക് ഉത്തരമുണ്ടായിരുന്നില്ല. എങ്ങനെയാണോ ആ മലയാള സിനിമ എന്നെ ബ്രേക്ക് എടുക്കണം ഞാൻ ഇന്ന് തീരുമാനിച്ചത്, അതുപോലെ മറ്റൊരു സെക്കൻഡ് എടുത്ത തീരുമാനം ഓക്കെ തിരിച്ചു വരാം എന്നുള്ളതും. അങ്ങനെ എൻ്റെ ഇക്കാക്കൊരു പ്രേമമുണ്ടായിരുന്നു എന്ന തിരക്കഥ വായിച്ചത്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു, ചെയ്തു. അതിനുശേഷം കന്നഡയിലും മലയാളത്തിലും ഒരുമിച്ച് സിനിമകൾ ചെയ്തു തുടങ്ങിയെന്ന് ഭാവനയുടെ വാക്കുകൾ.